സോ യെസ്, ഭയങ്കര ചൂടാണ്. അപ്പം അതുകൊണ്ടാട്ടോ ഇങ്ങനെ വിയർക്കുന്നത്. എന്തായാലും 2024 ഞാൻ ഏറ്റവും കൂടുതൽ പടപടേന്ന് പറഞ്ഞ് ബുക്ക് വായിച്ചിട്ടുള്ളത്. ഭയങ്കര സ്പീഡായിട്ട് വായിച്ചിട്ടുള്ളത്. കുറേ മലയാളം ബുക്സും വായിക്കാൻ പറ്റി. അതാണ് ഈ ഒരു വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാങ്ങിച്ച കുറച്ച് ബുക്സ് ഇതിലില്ല. ബട്ട് ഐ ഡെഫിനറ്റ്ലി ടോക്ക് അബൌട്ട് ദോസ് ബുക്സ്. ഇത് ജസ്റ്റ് ഫിസിക്കൽ ബുക്സ് മാത്രമാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ മേ ബി ഐ ക്യാൻ ടോക്ക് അബൌട്ട് മൈ ഇ ബുക്സ് ആൻഡ് മൈ കിൻഡിൽ പർച്ചേസസ്. സോ വേർ ഷുഡ് വി സ്റ്റാർട്ട്? ഓക്കെ. ചില ബുക്സ് നമ്മൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ ട്രെൻഡായി നമ്മൾ വാങ്ങൂലേ, ഈവൻ ദോ നമ്മുടെ ഒരു ജോണർ ഇല്ലെങ്കിലും. അങ്ങനെ ഞാൻ വായിച്ചൊരു ബുക്കാണ് ഇത്. ഐ ബീൻ സീയിങ് ദിസ് ബുക്ക് എ ലോട്ട്, ദ ഹൗസ് മെയ്ഡ് സീക്രട്ട് ബൈ ഫ്രീഡ മെക്ഫെറിൻ. ഐ ബീൻ ആക്ച്വലി സീയിങ് ദിസ് ബുക്ക് എ ലോട്ട് ഓൺ ദി ഇന്റർനെറ്റ് ദീസ് ഡേയ്സ്. പക്ഷേ ഇത് എൻ്റെ ഒരു ജോണർ ടൈപ്പ് ഓഫ് ബുക്കേ അല്ല. ഞാൻ കൂടുതലും റൊമാൻസ് ട്രോപ്പ് ബുക്സ് ആണ് വായിക്കാറ്. ബട്ട് ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഒന്ന് എടുത്ത് നോക്കാം എന്നുള്ളത്. സോ യാ, ഹൗസ് മെയ്ഡ് സീക്രട്ട് ആണ് ഫസ്റ്റ് പർച്ചേസ്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. സോ ദിസ് ഇസ് ദെയർ ഇൻ മൈ TBR ലിസ്റ്റ്. അനൂജ ചൗഹാന്റെ ക്ലബ് യു ടു ഡെത്ത്. ഇത് ആക്ച്വലി ഞാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിന് പോയ സമയത്ത് ഐ സോ ഇറ്റ് ആൻഡ് ഐ ജസ്റ്റ് പിക്ഡ് ഇറ്റ് അപ്പ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ, ഇത് വായിക്കുന്നതിന് മുന്നേ ഇതിന്റെ മൂവി ഞാൻ കണ്ടു. സോ ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഉള്ള സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ മേർഡർ മിസ്റ്ററി. ആൻഡ് ഐ ഹാപ്പൻ ടു വാച്ച് ദാറ്റ് മൂവി. സാറ അലി ഖാനൊക്കെ അഭിനയിക്കുന്ന സിനിമ. ഐ ലവ് ദ മൂവി. അതിനുശേഷമാണ് ഞാൻ ഈ ബുക്ക് വായിച്ചത്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയ ഈ ബുക്കും ആ സിനിമയും സെയിം ആണ് എന്നുള്ള കാര്യം. ബട്ട് ഐ തിങ്ക് ഐ ലവ് ദ ബുക്ക് മോർ. ഐ ഡോണ്ട് നോ, ഐ എപ്പോഴും എനിക്ക് ബുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമേനെക്കാളും. സോയാ, ഇത് വായിച്ചു കഴിഞ്ഞൊരു ബുക്കാണ്, വായിക്കാത്തൊരു ബുക്കാണ് തസ്ലിമ നസ്രീന്റെ ലജ്ജ. ഇതെനിക്ക് ഞാൻ ബുക്ക് ഷോപ്പിൽ പോയ സമയത്ത് ബുക്ക് ഷോപ്പിലുള്ള ആളെ എടുത്തുന്നത്, വായിച്ചു നോക്കൂ, യു മൈറ്റ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഇസ് ഗോയിങ് ഇൻ മൈ TBR ലിസ്റ്റ്. എമിലിയ ഡെസറ്റോണിയോ. അഗൈൻ ദിസ് ബുക്ക് ഇൻസ്റ്റാഗ്രാം പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് വായിച്ചിട്ടില്ല, ഇനിയും വായിക്കണം. പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. കുറെ ബുക്സ് അങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് റൊമാൻസ് ട്രോപ്പിൽ പോകുന്ന ഒരു ബുക്കാണ്. സോ യാ, സെക്കൻഡ് മൈ TBR ലിസ്റ്റ്. പ്രിൻസ് ഹാരീസ് പെയർ. ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്. ഐ ജസ്റ്റ് ലവ് ദ ബുക്ക്. എനിക്ക് പണ്ടേ ഐ ഡോണ്ട് നോ, ഐ വാസ് ഓൾവേസ് ഫാസിനേറ്റഡ് ടുവേർഡ്സ് ദിസ് റോയൽ ഫാമിലി. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ ഡയനൻ്റെ ഡോക്യുമെൻ്ററി ഒക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഇവരുടെ ഡോക്യുമെൻ്ററി ഇരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയ ബുക്കാണിത്. സോ ഐ ഫിനിഷ് റീഡിങ് ദിസ് ബുക്ക്, പ്രിൻസ് ഹാരിൻ്റെ സ്പെയർ. ഐ എം വെയിറ്റിംഗ് ടു റീഡ് ദിസ് ബുക്ക്, ഇറ്റ് ഹാപ്പൻ വൺ സമ്മർ ബൈ ടെസ ബെയ്ലി. ബിക്കോസ് ഇപ്പം ഞാനൊരു റൊമാൻസ് ട്രോപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഭയങ്കര സജഷനിൽ കുറേ പേര് പറയുന്നുണ്ട്, അടിപൊളി ബുക്കാണ്, സൂപ്പർ ബുക്കാണ്, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബുക്കാണെന്നുള്ള കാര്യം. സോ അഗൈൻ ദിസ് ഇസ് ഇൻ മൈ TBR ലിസ്റ്റ്. TBR ലിസ്റ്റ് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. ഗെറ്റ് ഷിറ്റ് ഡൺ ബൈ അങ്കുർ വരിക്കു. I know I'm too late to read this book, but yeah, nothing to say about the book. Rupi Kaur and the Sun and Her Flowers. ഇതും പകുതി വായിച്ചു വെച്ചിരിക്കുകയാണ്. സോ ഐ ഡോണ്ട് നോ വെയർ ടു പുട്ട് ദിസ് TBRൽ വെക്കാം, ബിക്കോസ് പകുതിയേ വായിച്ചിട്ടുള്ളൂ. This is a very random purchase. What We Pass On to Our Daughters by Manisha. I have no idea about the author. I don't have any clue about this book. But എൻ്റെ ബിഹൈൻഡ് ബ്ലർബ് വായിച്ചപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഡോണ്ട് നോ, നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. സോ ഡെഫിനറ്റ്ലി ഇൻ മൈ TBR ലിസ്റ്റ്. ചിക്കൻ സൂപ്പ് ഇസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. എത്ര ചിക്കൻ സൂപ്പ് വായിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പം ഇത് ഞാൻ വായിച്ചിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഭയങ്കര റാൻഡം ആയിട്ടുള്ള പർച്ചേസ് ആണ്. മച്ച് മോർ ദാൻ ലവ് ബൈ വൃത്തിക രനി വിശ്വനാഥൻ. എനിക്ക് ബ്ലർബ് വായിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഇതൊക്കെ എൻ്റെ തൊട്ട് മുന്നത്തെ ബുക്ക് ഹോൾ വീഡിയോയിലുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ബേസിക്കലി ഒരു 2024 ബുക്ക് ഹോൾ വീഡിയോ. കുറേ കാലമായിട്ട് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ആൾ വിചാരിക്കും, ഈ ബുക്ക് ഇനി വായിച്ചിട്ടില്ലേ എന്നുള്ളത്. ഞാൻ വായിച്ചിട്ടില്ലേ ഈ ബുക്ക്, ഖാലിദ് ഹുസൈൻ്റെ 1000 Splendid Suns. ഐ ബീൻ വെയിറ്റിംഗ് ടു റീഡ് ദാറ്റ് ബുക്ക്. സോ യാ, ദാറ്റ്സ് ദെയർ. പിന്നെ ഈ പൈല് കിടക്കുകയാണ്. ഈ പൈല്, ഓ മൈ ഗോഡ്, ഈ പൈല് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇതിൽ കുറേ ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. അൺഹുക്ഡ് ആൻഡ് അൺബുക്ഡ് വായിച്ചിട്ടില്ല. ഐ ഹാവ് ടു റീഡ് ദാറ്റ്. ഇറ്റ്സ് ഗോയിങ് ഇൻ മൈ TBR ലിസ്റ്റ്. ദി അൺഹണിമൂണേഴ്സ് ബൈ ക്രിസ്റ്റീന ലോറൻ. ഇത് കുറേ പേര് റെക്കമെൻഡ് ചെയ്ത ബുക്കാണ്. സോ ഇത് അഗെയിൻ ഇറ്റ്സ് ഓൺ മൈ TBR ലിസ്റ്റ്. ഇതൊക്കെ ആക്ച്വലി തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ ഓവറായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇതൊക്കെ TBRൽ പോകേണ്ട ബുക്സ് ആണ് കേട്ടോ. തൊട്ട് മുന്നത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കുറേ മലയാളം ബുക്സ് വാങ്ങിച്ചു, കുറേ മലയാളം ബുക്സ് വായിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഇയർ ടു ജാനിമൻ. ഇത് ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. സോ ഞാൻ വായിച്ചിട്ടില്ല. റിഹാൻ റിഷാദിന്റെ പ്രണയചിഹ്നങ്ങൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ബുക്സ് ആണ് ആടുജീവിതം വായിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ ആദ്യം വായിച്ചത്. അപ്പൊ ഈ വർഷം ഞാൻ മലയാളം വായിച്ചു ആടുജീവിതം. പിന്നെ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്നയുടെ ബുക്ക് ഞാൻ ഈ വർഷം വായിച്ചിട്ടുണ്ടായിരുന്നു.
ലിജി ചേട്ടൻ്റെ കഞ്ചാവ് ഈ വർഷമാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം ഈ വർഷമാണ് വായിച്ചത്. ഇനി മധുരവേട്ട വാങ്ങിയിട്ടുണ്ട്, അത് വായിക്കണം. അങ്ങനെ കുറെ ബുക്സ്, ഒരുപാട് ബുക്സ് വായിച്ചു ഈ വർഷം. ദ ഹുക്കപ്പ് പ്ലാൻ ബൈ ഫെറ റോഷൻ, അഗൈൻ ഓൺ മൈ TBR ലിസ്റ്റ്. ഓ മൈ ഗോഡ്, ചില ബുക്സ് നമ്മൾ എത്ര വായിച്ചാലും നമുക്ക് മതിയാവാത്ത ബുക്സിൽ അങ്ങനത്തെ ഒരു ബുക്കാണ് ഇത്, ടു ലവ് ജെയ്സൺ തോൺ. ഈ ബുക്ക് വളരെ റാൻഡംലി എൻ്റെ കയ്യിൽ വന്ന് പെട്ടതാണ്. DC ബുക്സിൽ പോയ സമയത്ത് കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത ബുക്കാണ്. ജെയ്സൺ തോൺ ഇസ് ടു ഗുഡ് ടു ബി ട്രൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബുക്ക്. റൊമാൻസ് പീപ്പിളിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. കൽക്കി ഞാൻ വായിച്ചിട്ടില്ല, കുറേ കാലമായിട്ട് എൻ്റെ ബുക്ക് ഷെൽഫിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സ്റ്റീവ് ജോബ്സിൻ്റെ ബുക്ക് എഗൈൻ ഞാൻ വായിച്ചിട്ടില്ല, വായിക്കണം. ഫൂൾ മീ ട്വൈസ് ബൈ നോന ഉപ്പാൽ. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. ഐ ജസ്റ്റ് ലവ് ദിസ് ബുക്ക്. ഇറ്റ്സ് എ വെരി ലൈറ്റ് റീഡ്, എഗൈൻ വൺ ഡേ റീഡാണ്. അത് ഞാൻ വായിച്ചു കഴിഞ്ഞു. ലവ് തിയററ്റിക്കലി ബൈ എലി ഹേസൽവുഡ്. ലവ് ഹൈപ്പോത്തസിസ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണിത്. ഇതും പകുതിയായിട്ട് നിൽക്കുകയാണ്. ഐ എം ലവിങ് വേ ജാക്ക് ഇസ് ഗോയിങ്. ഓക്കെ, ഷക്കീലയുടെ ആത്മകഥ വായിച്ചിട്ടില്ല, വായിച്ചു തുടങ്ങണം. ഫ്രണ്ടിൻ്റെ അടുത്ത് കടം വാങ്ങിയതാണ് ബുക്ക്. സോ ഇത് ഇത് ആക്ച്വലി എൻ്റെ ബുക്ക് ഹോളിൽ വരില്ല, ഇത് എൻ്റെ റെൻറ്റിന് എടുത്ത ബുക്കാണ്. സേ യു വിൽ ബി മൈ ജാൻ, അഗൈൻ അതൊരു ഫേക്ക് ഡേറ്റിംഗ് ട്രോപ്പ് ബുക്കാണ്, വായിച്ചിട്ടില്ല. TBR ലിസ്റ്റ് ഇസ് ജസ്റ്റ് ഗോയിങ് ഓൺ. ഹർ വൺ ട്രൂ ലവ് വായിച്ചിട്ടില്ല. അഗൈൻ റൊമാൻസ്. ഐ ബീൻ വെയിറ്റിംഗ് ടു, ഞാൻ ഈ ബുക്ക് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എമിലി ഹെൻറിയുടെ ഹാപ്പി പ്ലേസ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഒരു 3 ബുക്ക് അറ്റ് ദ സെയിം ടൈം വായിക്കുന്നുണ്ട്. വൺ ഇസ് ലവ് തിയറട്രിക്കലി, അനദർ വൺ ഇസ് പ്രണയ ജിന്നുകൾ, ആൻഡ് ഓൺലൈനിൽ കിൻഡിൽ ഞാൻ വേറെ ബുക്ക് വായിക്കുന്നുണ്ട്. സോ അത് മൂന്നും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എമിലി ഹെൻറിന്റെ ഹാപ്പി പ്ലേസ് ഐ വോണ്ട് ടു ഗിവ് ഇറ്റ്സ് ഓൺ ടൈം. ബാക്കി 3 വായിച്ചു കഴിഞ്ഞിട്ട് ഇത് മാത്രം ഇരുന്ന് വായിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആൻഡ് കാമ ദ റിഡൽ ഓഫ് ഡിസയർ, ലൈക്ക് എ ബിഗ് പർച്ചേസ് ഓഫ് ദിസ് ഇയർ. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ബുക്സ് ഈ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം ഗെറ്റിംഗ് ടു റീഡ് സർട്ടൻ ബുക്സ്. ഒരുപാട് പുതിയ കഥകൾ വായിക്കാൻ പറ്റി. പുതിയ ബുക്സ് വായിക്കുമ്പോൾ അത് എൻ്റെ എഴുത്തിനെയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ യാ ദാറ്റ്സ് ദെയർ. മലയാളം ബുക്സ് കുറേ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം. ബട്ട് സ്റ്റിൽ എനിക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ താല്പര്യം. റൊമാൻസ് ട്രോപ്പാണ് കൂടുതൽ താല്പര്യം. And ഈ വർഷം തുടങ്ങിയ ഒരു ട്രോപ്പാണ് ഫേക്ക് ഡേറ്റിംഗ്. ഐ എം ജസ്റ്റ് ലവിങ് ഇറ്റ്. മാരേജ് ഓഫ് കൺവീനിയൻസ്, ഫേക്ക് ഡേറ്റിംഗ് കൈൻഡ് ഓഫ് ബുക്സ്. So that's it about my book haul videos. In maybe next video I can tell you about my Kindle purchases of this year. Thank you so much.